ഹായ് ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഗൈസ്. കുറച്ചായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി, എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്തിരുന്ന കുറേ ആൾക്കാരെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. കുറേ ആൾക്കാരോട് ചോദിച്ച് വീഡിയോ എന്തോ വരാത്തത്, വീഡിയോ ഇടുന്നില്ലേ, വീഡിയോ ഇട്ടിട്ട് എത്ര 3 ആഴ്ച അങ്ങനെ എന്തോ അയക്കണമെന്ന് ഞാൻ ഇപ്പോഴാണ് നോക്കണത്. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്ത കാരണം അതുകൊണ്ടേ ഇരുന്നിട്ടാവും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നല്ലൊരു പ്ലാൻ ചെയ്തിരുന്നു, നല്ലൊരു സർപ്രൈസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നല്ലൊരു സർപ്രൈസ് വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കിത് ഫുള്ള് പറയാൻ പറ്റില്ല ചിരിക്കാതെ. അവിടെ രണ്ടാൾക്കാരെ ഇപ്പുറത്തും വിളിക്കാം, വായോ. നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മദ് ഫാരിസ്, പിന്നെ അജിനാസ് മൻസൂർ, പിന്നെ ക്യാമറമാൻ ജുനു ആണുള്ളത്. അപ്പോൾ നമ്മൾ ആരെ ബർത്ത്ഡേ അതൊക്കെ പറയാല്ലേ, എല്ലതും പറയാ. ഇനിയിപ്പോ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല, കാരണം വാക്കുകളില്ല. കാരണം നമ്മള് സത്യം പറഞ്ഞാൽ നമ്മള് നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ സർപ്രൈസ് ആയത് ഞങ്ങൾ സർപ്രൈസ് ആയി. ഞാൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇതൊരു നല്ല അടിപൊളി വീഡിയോ, സർപ്രൈസ് വീഡിയോ ഒക്കെ ആക്കിയിട്ട് നല്ലതാക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സർപ്രൈസ് ആയി, ശരിക്കും ഞങ്ങൾ സർപ്രൈസ് ആയി. അപ്പോൾ ബർത്ത്ഡേ ആയിരുന്നാ പറയല്ലേ, ബർത്ത്ഡേ ഞങ്ങൾ നിങ്ങളോടല്ലോ പറയാൻ വിചാരിച്ച്. ഞങ്ങൾ 90-ാം മിനിറ്റിനാണ് നല്ലത് പറഞ്ഞത്, പിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സപ്പാൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്, സപ്പാൻ്റെ കുഞ്ഞി സപ്പാൻ്റെ. പക്ഷെ അവൻ്റെ ബുദ്ധി ഇത്രയൊക്കെ ഉണ്ട്. ഓൻ്റെ സപ്പാൻ്റെ മലപ്പുറത്തുള്ള സപ്പാൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഇവനൊക്കെ കൊച്ചിയിലായിരുന്നു, എറണാകുളത്തായിരുന്നു. 12 മണിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് ബസ് കയറി വന്നതാണ് ഞങ്ങൾ. ബസ് കയറ്റിട്ട് കൊണ്ട് വന്ന് ഇതൊക്കെ തുടക്കല്ലേ. എന്നിട്ട് അതിനിടയ്ക്ക് വേറെ കുറേ കഥകളൊക്കെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ ബസ് കയറി വന്നിട്ട് എല്ലാതും പെട്ടെന്ന് അർജൻറ്റ്. ഇവനൊരു കടയിൽ പൈസ ഒക്കെ നിൽക്ക്, ഞങ്ങൾ വേറെ സ്ഥലത്ത്. എല്ലാതും പെട്ടെന്ന് കേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. കേക്ക് വാങ്ങാൻ നേരത്തെ ഞാൻ എന്താക്കി, ഓൻ്റെ ഉമ്മാക്ക് വിളിച്ചു. നമ്മൾ രാത്രിയല്ലേ പോകണത് ഓൻ്റെ വീട്ടിൽ വിഷ് ചെയ്യാൻ. അപ്പം ഉമ്മാക്കൊന്ന് വെറുതെ വിളിച്ചിട്ട് എൻ്റെ കസിനല്ല. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഹലോ. അപ്പോൾ സപ്പാനോട് ചോദിച്ചപ്പോൾ സപ്പാന് പടം കാണാൻ പോയിക്കണേ, രാത്രി വരുള്ളൂ എന്നാണ് അങ്ങോട്ട് പറഞ്ഞിരുന്നേ. ഞാൻ പറഞ്ഞ് നാളെ സപ്പാൻ്റെ ബർത്ത്ഡേ അല്ലേ, അവിടെ കേക്ക് എടുത്തിട്ട് എഴുതാൻ നിൽക്കുന്നുണ്ട് പേര്. നാളെ സപ്പാൻ ഓൻ്റെ ഉമ്മ പറഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 ദിവസമായി, ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 ദിവസമായി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കേക്ക് നോക്കി, ഇവരുണ്ടാവും ഇന്നെ നോക്കിക്കാം. ഹാപ്പി ബർത്ത്ഡേ സപ്പു, സപ്പല്ല സപ്പു, ഹാപ്പി ബർത്ത്ഡേ സപ്പു. ഞാൻ ഡ്രസ് കടയിൽ അവിടെ അതല്ല ഡ്രസ് കടക്കാരനോട് പറയുന്നത് കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ എന്താ ഞങ്ങൾ സർപ്രൈസ് ചെയ്യാൻ പോവാന്ന്. ഏത് മറ്റേ ഏറ്റവും ചെറിയ ചെക്ക് ഉണ്ടോ ഓൻ്റെ ബർത്ത്ഡേ, ഓന് നല്ല ഹാപ്പി ആവും. ഇന്നല്ല 10-ാം തീയതി 12 മണി. അപ്പൊ തിരിഞ്ഞ് എടുത്ത് പിന്നെ ചെറിയ പ്രശ്നമുണ്ട്, 1 മിനിറ്റ് അപ്പോഴാണ്. പക്ഷെ ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറ്റിക്കപ്പെട്ടതാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് അറിയായിട്ട് ഇതായതാണ്, പക്ഷെ ഞങ്ങളല്ല. ഓൻ ഞങ്ങളെ പറ്റിച്ചതാണ്. ഓനെ കാരണം ഇപ്പോൾ അവിടെ നിന്നിട്ട് വന്ന് ഞാൻ എന്തിനാ ഇവിടുന്ന് ആണ്ട് വന്നത് എനിക്കറിയില്ല. ഓൻ തന്നെ പറഞ്ഞതാണ് 10-ാം തീയതി ബർത്ത്ഡേ. അതാണ് വേറെ ട്വിസ്റ്റ്. 2 മാസം മുമ്പ് നമ്മൾ ഏകദേശം ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഇവൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാന്ന് വെച്ചിട്ട് ഇത്. അപ്പോൾ നമ്മളെ മൈൻഡിൽ ഇത് 6-ാം തീയതി ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് ഇത് കൺഫേം ആക്കണ്ടേ. എന്നിട്ട് എന്തോ ഒരു ഇതിലിങ്ങനെ അറിയാത്ത പോലെ ചോദിച്ചിട്ടാണ് അവൻ പറഞ്ഞത് 10-ാം തീയതി. മനഃപൂർവ്വം പറ്റിച്ച് 10-ാം തീയതി. പക്ഷെ ഞങ്ങളെല്ലാവരും വിചാരിച്ച് 10-ാം തീയതിയാണ് പിന്നെയെന്ന്. അപ്പോൾ ഞങ്ങൾ മുണ്ടാതെ നടന്ന് അറിയാത്തമാതിരി നിന്ന്. സത്യം ചിലപ്പോൾ ഇനി പറയാൻ പറ്റില്ല, ഓനക്ക് അറിയുണ്ടാവില്ല ഓൻ്റെ ബർത്ത്ഡേ എന്നാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേ ഓൻ്റെ പേരിൽ ഓൻ്റെ അമ്മ ബിരിയാണി വെച്ചപ്പോൾ എന്താ ബിരിയാണി വെച്ചിരിക്കണെന്ന് ചോദിച്ചപ്പോൾ ഓൻ്റെ അമ്മ പറഞ്ഞതാണ് ബർത്ത്ഡേ ആണിത്. അങ്ങനത്തെ ആളാണ്. അപ്പോൾ ഞങ്ങൾക്കും ഡൗട്ടായി എന്നാന്നുള്ളത്. എന്നിട്ടിപ്പോൾ ഞാൻ ആദ്യമേ ഓൻ്റെ അമ്മക്ക് വിളിച്ച്, ഓനക്ക് വിളിക്കാതെ ഓൻ്റെ അമ്മക്ക് വിളിച്ചപ്പോൾ ഓൻ വന്ന് ഫോടുത്ത്. അപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ സർപ്രൈസ് ആക്കാൻ വരുന്നുണ്ട് സപ്പാനേന്ന്. ഓൻ്റെ അമ്മ ഫോൺ എടുക്കാതെ ഓടുത്ത്. പിന്നെ ഇവിടെ എത്തിയിൽ കേക്ക് സപ്പൂന്ന് എഴുതുമ്പോഴാണ് ഓൻ്റെ അമ്മ ഫോടുത്തത്. ഒന്നും കാട്ടെങ്കിൽ ഞാൻ ശരിക്കും പൂത്തിരി കത്തിച്ചിട്ട് ചെക്കനെ ഹാപ്പിയാക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഓൻ ഞങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച്.
ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ എന്തായാലും പടത്തിന് പോയിക്കണം. ഞങ്ങളിപ്പോൾ അവൻ്റെ ഉമ്മാട് വിളിച്ച് പറഞ്ഞു പടം മറ്റേ അതിന് പേരെന്തൊക്കെ കറക്റ്റ് അറിയില്ല. അങ്ങനല്ല പ്രണവ് മോഹൻലാലിന്റെ ഫിലിം ഡെയ്സീർ അങ്ങനെ പലർക്കും അറിയില്ല എന്റെ പേര് എന്തോ പറയും ഡെയ്സേറ അങ്ങനെ എന്തോന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. ആ പടത്തിന് പോയിക്കണ്. എന്നിട്ട് ഞങ്ങൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞു അവൻ്റെ ഉമ്മാട് ഇനിയിപ്പോൾ ഞങ്ങൾ വരാം, പിന്നെ ഇതിപ്പോൾ ഏതായാലും മേടിച്ചല്ലേ സാന്താണ് കേക്കൊന്നൊക്കെ ഏതായാലും മേടിച്ചോണ്ട് ഞങ്ങളിപ്പോൾ എന്തായാലും വരാം, എന്നിട്ട് കേക്ക് മുറിച്ചിട്ട് ഇപ്പോൾ ഏതായാലും തിരിച്ചു വരാന്നുള്ള പ്ലാനിലാണ്. ഓനക്കറിയില്ല ഇപ്പോൾ ഞങ്ങൾ പോകണം. ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ അവനോട് പറയണ്ട, ഏതായാലും ഇപ്പോൾ നമ്മൾ സർപ്രൈസ് ആയി വരാം. മൂപ്പര് നമ്മളെല്ലാം പറ്റിച്ചിട്ട് ഫിലിം കാണാൻ പോയിട്ടുണ്ട്. ഇപ്പൊ വരട്ടെ 12 മണിക്ക് കൊടുക്കേണ്ട സർപ്രൈസ് 1 മണിക്ക് 1 മണിക്കാണ് വീട്ടിലെത്തുന്നത്. പ്രശ്നം ഇതൊന്നല്ല, ഇതിനൊക്കെ പ്ലാനില് ഇന്ന് കണ്ണൂരത്തെ ടീമിനൊന്നും വരാൻ പറ്റിയില്ല, ഞാൻ മാത്രമേ വന്നുള്ളൂ. അവർക്ക് ഫുൾ പ്ലാൻഡ് ആണ്. അവർക്ക് ഇപ്പൊ അറിയില്ല ഇന്ന് രാവിലെ വിളിച്ചിട്ട് അവരെ ശല്യപ്പെടുത്തി, എടാ അത് ഇന്നാക്ക് ഇത് ആക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ട് രാവിലെ. അപ്പൊ നമ്മളിപ്പ പറഞ്ഞത് ഇതിപ്പോ ചോറ വിളിച്ചിട്ട് എടാ ബർത്ത്ഡേ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീർന്ന് നല്ല കേൾക്കും. കാരണം അവിടെ ഫുൾ ഒരല്ല വർക്കിന്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ഈ കോൾ വിളിച്ചിട്ട് ഇടങ്ങറാക്കണം. നിങ്ങൾ വരണില്ലേ, നിങ്ങൾ എന്താക്കണം, നിങ്ങൾ കളിക്കാൻ നിൽക്കുന്നത്, സപ്പാൻ്റെ ബർത്ത്ഡേ നിങ്ങൾ എന്താ വരാത്ത, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വരാത്ത എന്തോ ഭാഗ്യം, ഒരു വന്നിട്ട് ഇവിടെ ബർത്ത്ഡേ ഒന്നുമില്ലാന്ന് അറിയണമെങ്കിൽ ഈ വ്ളോഗ് എടുത്തോണ്ട് നിൽക്കുമ്പോൾ അവർ അറിയണില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, വീഡിയോ ഇടുമ്പോൾ കാണുമായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെ തീരുമാനം അതാണ്, ഞങ്ങളവിടെ പോയിട്ട് ഓൻ സർപ്രൈസ് ആവുമെന്ന് അറിയില്ല, എന്നാലും നമ്മളിങ്ങനെ ചെറുതായിട്ട് സർപ്രൈസ് ആവും. ഏത് ഫിലിമും കണ്ടു വന്നിട്ട് എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കണ്ടാവും. ഞങ്ങളങ്ങനെ പിന്നെ ഓനോട് പറയാം, ഓൻ ആദ്യം എന്താ പറയുക, നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഓൻ പറയുവാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞല്ലാന്ന്. അപ്പോൾ നമ്മൾ പറയും ഫേസ്ബുക്കിൽ ഇന്നാണല്ലോ അവൻ്റെ ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ, അവൻ്റെ 2ാം ജന്മം നന്നിട്ട് ചെന്നായിട്ടാ, ഇതെൻ്റെ 2ാം ജന്മം, ഇതാണ് മറ്റേ ഫിലിം കണ്ടുവരല്ലേ. ഇനിയിപ്പോൾ നമ്മളെ പ്ലാൻ അതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 4 ആൾക്കാരുള്ളൂ, ബാക്കിയുള്ളവരൊന്നും കിട്ടിയില്ല. നന്നായി അത്. ഇനിയിപ്പോൾ നമ്മളവിടെ പോയിട്ട് ബാക്കി സെറ്റാക്കാൻ വിചാരിക്കണേ. ജുനുവിൻ്റെ കൈ അടയുണ്ടാവും എടുത്തിട്ട്. അപ്പോൾ ഇനി ബാക്കി പോയിട്ട് എടുക്കല്ലേ, നമ്മൾ ബാക്കി നമ്മളെ വണ്ടിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഓക്കെ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് വരണ കേക്ക് വന്നിരുന്നത്, കേക്ക് അങ്ങോട്ടും കൂടെ കഴിക്കണ്, അത് തുറന്നാൽ അറിയാം നല്ല പോലെ ഉണ്ടോന്ന്. എന്തായിട്ട് എന്താ ബർത്ത്ഡേ കഴിഞ്ഞില്ല, നമ്മളെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു, വേറെ ഒന്നും പറയല്ലേ ഇപ്പൊക്ക്, ഒന്നും പറയല്ലേ. ഞാൻ അങ്ങനെ പറ്റിക്കും വിചാരിച്ചില്ല, ഞാൻ സീരിയസ് ആയി വിചാരിച്ചു ഓൻ്റെ ബർത്ത്ഡേ എന്നാവും. എടാ ഓൻ അത്രക്ക് സീരിയസ് ആയിട്ടാ പറയണേ, 10-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ അങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ അറിയാത്തമായിരുന്നു, കാരണം നമ്മൾ അറിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഡ് കിട്ടിയാലോ വിചാരിച്ചിട്ട് ഞാൻ മുണ്ടാതെ പോകുന്നത് ഔത്തുക്ക്. എന്നിട്ട് ഓൻ്റെ ചെക്കനേ ആള് ചെറുതാന്നുള്ളൂ, പക്ഷെ അവൻ്റെ ബുദ്ധി ഉണ്ടല്ലോ നമ്മളെക്കാട്ടൊക്കെ അപാര ബുദ്ധിയാ. അവനക്ക് എന്തെങ്കിലും ചെറിയ കാരണം മതി മനസ്സിലാക്കണം. ഞാനൊക്കെ എന്തൊക്കെയാണ് നോണ പറഞ്ഞിട്ടാന്ന് ഇപ്പോൾ അവിടുന്ന് വന്നിക്കണ അറിയോ, ഇങ്ങോട്ട് വരുന്നില്ല അതൊക്കെ പറഞ്ഞിട്ടാണ് അവനോട് വന്നിക്കണേ. സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ട് അവൻ്റെ ഉമ്മക്ക് വിളിച്ചപ്പോൾ അല്ലേ നമ്മൾ സർപ്രൈസ് ആയത്. ഇപ്പോൾ നമ്മൾ പോയിട്ട് നമുക്കവിടെ പോയിട്ട് പ്ലാനൊന്നുമില്ല, എന്താക്കാം കേക്ക് മുറിക്കുക വരിക, വേറെ ഇപ്പം എന്താക്കാനാ, വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല. പിന്നെ എല്ലാത്തിനും മൂഡ് പോയിക്കണ്. പക്ഷെ നമ്മൾ സർപ്രൈസ് ആക്കൂ അജു, സർപ്രൈസ് ആക്കൂലോ ഓനെ. നമുക്ക് സപ്പാൻ എന്നാലും അങ്ങനെ ചെയ്യേണ്ടില്ലേ, സപ്പാന് ഒരു ചതിയാണ് നമ്മോട് ചെയ്തത് സപ്പു. പിന്നെ അജു പറഞ്ഞു ഓനെ പേടിപ്പിച്ച് നമുക്ക് മണ്ടിക്കാന്ന് സർപ്രൈസ് കൊടുത്തത്. പിന്നെ നമ്മൾ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവില്ലേ പേടിപ്പിച്ചിട്ട്. അവിടെ നമ്മൾ ആ പ്ലാൻ മാറ്റി പിന്നെ നമ്മൾ നല്ലപോലെ പോയിട്ട് എന്തേലും നമുക്കപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലും ചെയ്യാം അങ്ങനെ വിചാരിക്കണം. അല്ലെങ്കിൽ സാധാമാതിരി സർപ്രൈസ് കൊടുത്ത് വരുന്നു. ഓനക്ക് എന്താവും അറിയില്ല കേട്ടോ, നമ്മളിത് ഓനക്ക് മനസ്സിലായി ഉണ്ടാവും ഓൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിരിക്കണമെന്ന്. കാരണം ഓൻ്റെ അമ്മ പറഞ്ഞു വീട്ടിൽ എന്തൊക്കെ ആക്കിന് അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞാൽ മനസ്സിലായി ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ നമ്മൾ ഈ കേക്ക് ആയിട്ടിരിക്കുമ്പോൾ എന്താ ആക്കാന്ന് അറിയില്ല, ഓൻ ചിലപ്പോൾ കണ്ടപാടി ചിരിക്കും, ഓനക്ക് മനസ്സിലായിക്കണ പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. നമുക്കവിടെ പോയിട്ട് ബാക്കി കാണാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാം. ഓക്കെ, നമ്മള് സപ്പാന്റെ വീടിന് അവിടെ എത്തി. ഇനിയിപ്പോ സപ്പാൻ കൊലായ്മ ഇരിക്കണ്ട അവിടെ എത്തും. സപ്പാനെ കിടന്നേരാ ഇത് കൂടെ എത്തിയില്ലേ, എന്തേലും ഒന്ന് കൊടുക്കണം. ഇത്തിരി കളിച്ച എന്തേലും ഒരു പണി കൊടുക്കണേനു റെഡി ആക്കി കൊടുക്കാം. കേക്ക് എടുത്ത് തീർന്നാലോ, അല്ലെങ്കിൽ മുറിക്കാൻ പോകുമ്പോ നമുക്ക് തന്നെ മുറിച്ചാലോ. എടാ ഇവിടെതാ മുറിക്കാൻ പോകുമ്പോ കേക്ക് എടുത്ത് പെരേക്കന്നെ പോയാലോ. ഇത് ഇവിടെ നിർത്തി ഇതല്ല ചോറ് കട്ടില്ല. നമ്മൾ സപ്പാന്റെ വീട്ടിലെത്തിട്ടാ
സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ അപ്പുറം ഇല്ല ഇപ്പുറമില്ല വലിയ കാറായിട്ട് ഷൂസൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കാറ് പുറത്ത് വെച്ചിട്ട് ഞങ്ങളെന്ത് മണ്ടന്മാരാണ് നമ്മള്. ഒക്കെ ഒരേപോലെ ഒരാളെ ബുദ്ധി ഇക്ക മാത്രം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാം. ഞാൻ പറയട്ടെ ഗൈസ്, എങ്ങനെയാണ് ഈ എല്ലാരും ഒരേപോലത്തെ ഇങ്ങനെ വന്ന് പെടുക എനിക്കറിയില്ല. ഒരാളെ പക്ഷെ നമ്മള് പുതിയ ആൾക്കാർ ഇതാ പുതിയ ആൾക്കാർ നമ്മള് ഗ്രൂപ്പൊക്കെ ഇപ്പൊ ഒരാളിപ്പോ അറിയാത്തപ്പോ ഒരാൾ വന്ന് കേറി വിചാരിച്ചു. അപ്പോൾ വിചാരിക്കും ആവും കുറച്ചേരം ഇതുള്ളത് പുതിയ ഒരാൾ വന്ന് വിചാരിക്കും. സംഭവം തരോ നമ്മളാ ലൂപ്പിൽ പെടുന്നതാണ്. നമ്മള് വേറെ കൂട്ടത്തിൽ വന്ന് ഈ കൂട്ടത്തിൽ വിടുമ്പോ ഇത് നടക്കൂല. കാര്യം നമ്മൾ തെന്നി മാറി. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾക്ക് സർപ്രൈസിൻ്റെ കാര്യങ്ങളെ നോക്കി ഓവർ ലാഗ് ആക്കണില്ല. ഞങ്ങൾ പറഞ്ഞ് ലാഗ് ആയിക്കണേ. ഞങ്ങൾ എന്താ വിചാരിക്കണ വെച്ചാൽ ഓൻ വന്നു കഴിഞ്ഞാൽ മറ്റേ ആറ്റിറ്റ്യൂഡ് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതാക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒന്ന് സെഡാക്കാനുള്ള പരിപാടിയോ അറിയില്ല, അവനക്ക് എന്താ കാട്ടേണ്ടി അറിയില്ല. അപ്പോൾ ബാക്കി വന്നിട്ട് നിൽക്കണ്ടാവും മച്ചാൻ. അപ്പം നമുക്ക് ഇതിനുള്ളിൽ കയറ്റി ഇതാക്കാൻ അവൻ്റെ മനക്ക് വിളിക്കണം. ഉറങ്ങിണ്ടാവും പാവങ്ങള്. എന്നാലും നമുക്ക് പോയിട്ട് എന്തെങ്കിലും ആക്കാം. സർപ്രൈസ് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഇരുന്നാലോ, കൊലായ്മ അങ്ങനെ ഇരുന്നാലോ, കൊലായിന്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്നാലോ കാണണ്ട. അപ്പൊ ഫാരിസ് ഒരു ഐഡിയ പറഞ്ഞേ, കാറ് വീട്ടിൽ വെച്ച് നമുക്ക് വന്നാൽ ബുദ്ധി. അപ്പൊ ജൂനിയേഴ്സ് കണ്ടയക്കുന്ന നേരത്തെ എനിക്ക് പറഞ്ഞോടേനോ മണ്ട പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നത് മണ്ട. ഞാൻ പറഞ്ഞില്ല ഗൈസ്, കണ്ടില്ലേ ഓരോരുത്തരും നിലവാരം. ശരിക്കും ഇനി സീരിയസ് ഓൻ ആ വയ്യ ഈ വയ്യ വരിക, ഓൻ ഈ വയ്യ വരിക ഇങ്ങനെ വരിക പറമ്പിലടോ. എടാ അപ്പൊ ഓൻ ആ വയ്യാണെങ്കിൽ നമുക്ക് ഈ വയ്യിൽ കൊണ്ടുപോയിട്ട് വണ്ടി വെക്കാം. വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വരൂല ഡോക്ടർ കോവിഡ് സ്റ്റോറിയിലെ പടം കാണാൻ പോയിക്കണേ. അവിടുന്ന് നേരത്തെ വിളിച്ചപ്പോ ചീർന്ന സൗണ്ട് കേട്ടിന്ന്. എന്താ ചെയ്യാ, ഞാൻ എന്റെ അമ്മക്കൊന്ന് വിളിച്ചോടെ. വിളിച്ച തുപ്പു അല്ല നമുക്ക് ഇവിടെ എത്തിയെന്ന് അറിയാലോ. ഓനേ കാറവിടെ വെക്ക, ഓൻ അറിയരുത്, ഓനെ വിളിച്ചു വെക്കട്ടെ. ഓളെന്നിട്ട് പറയൂ നിങ്ങൾക്ക് കാറ് വരെ ചുടിന്നു. അതല്ല ഓനക്കിപ്പോ ഞങ്ങള് കാറായിട്ട് കാർ ആണ്ടെടുത്തിരാൻ പറയില്ലട്ടാ. ഓൻ കാണൂല എന്തായാലും. കാറയുടെ സൈഡ് പാർക്ക് മണ്ട അതിനല്ലേ കാർ പോച്ചുണ്ടാക്കിയത്. സർപ്രൈസ് ആയി ഇവിടെ ഈ സൈഡിൽ നിർത്തിട്ടാലോ. അതിനിടെ ഇവിടെ കുറച്ച് ഇങ്ങനെ ആക്കിട്ട് അങ്ങനെ ആക്കിയാൽ കാണൂല. അത് മനസ്സിലാവില്ല, കാറല്ലേ. അല്ല ഓൻ ശ്രദ്ധിക്കാൻ ചാൻസ് കുറവാണ്. അതെ, നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് ഇതെന്താ വെച്ചാൽ സർപ്രൈസ് തുടക്കും ബാബു. നമുക്ക് കുറച്ചാണ്ട് കേട്ടിട്ട് നോക്കി നോക്കാം. മൈക്ക് താഴത്തോടെയാണ്. ഞാൻ കവറിനോടെ വെച്ച് കഴിഞ്ഞാൽ എന്നറിയോ എക്സാം പറമ്പാണ് ഉറങ്ങിയില്ല. ഇവർക്കും സർപ്രൈസ് ഉണ്ട്. ഇവിടൊക്കെ വീടാലോ, ഒരു പറമ്പില്ല. ഇവരൊക്കെ എന്താ വീട് കയറ്റി ഇവിടൊക്കെ അങ്ങോട്ട് പേരിന്റെ ഉള്ളിലുള്ള വയ്യാണ്. ഇതിപ്പോ ഇത് അടുത്ത പഞ്ചായത്തിലെത്തി. ഈ പഞ്ചായത്ത് കഴിഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു ഡേ ആയതുകൊണ്ട് നമ്മളെല്ലാം ഒരു വിഷയമല്ല. ഞാൻ മതിലോ കിട്ടാം, മതിലോ എടുത്തോ. എന്താ ചെയ്യാ എനിക്ക് അതിനുള്ള ശേഷിയൊന്നും ഇല്ലട്ടാ. വേണ്ടതെന്ന് വീട്ടുകളുടെ വയ്യാണ്. വിഷയല്ലാന്നോ എന്ത് വിഷയല്ലാന്ന് അടി കിട്ടിക്കട്ടെ. ഏതായാലും ഇത്ര ആയില്ലേ. സപ്പാന്റെ പ്ലാനില് ഇങ്ങോട്ട് എടുത്തിരണ എടുത്തിട്ട് കേട്ടിട്ട് പൂണ്ട് വേണ്ടെന്ന് മതി. ക്രൈം വിളിക്കേണ്ടി വരും. സൈഡ് നോക്ക്, അപ്പുറത്ത് നോക്ക് തന്തേ. സർപ്രൈസ് ആവൂലേ? അതല്ല സർപ്രൈസ്. ഇത് താത്തി വരുമ്പോ അവിടെ എത്തിട്ടോ. ആയില്ല ഇതിപ്പോ വണ്ടി തീരെ കാണില്ലല്ലോ. കുളമല്ല പൊട്ട ബാക്കിൽ നോക്ക്, കുളം പോലും. കാര്യം മറ്റേ പറയടാ, ഒരു താർപ്പായി എടുക്കരുത് മൂടിയിട്ട്.
ഇത്ര മതിയില്ലേ? ഇതിപ്പോ എന്തായാലും ഇതിപ്പോ മനസ്സിലാവുന്നു. ഏതാണ് ഓന്റെ വീട് എങ്ങോട്ടാ? അപ്പുറം പൊട്ടന്മാരെ ഇരുട്ടല്ലേ, കാറ് കാണൂല. കാറ് വൈറ്റ് ആണെങ്കിലും ലേറ്റ് എത്തിച്ച് പോയാലോ കാറിന്റെ? ബ്ലൈൻഡ് അല്ലേ, കാണൂല. ഇൻഡിക്കേറ്റർ ഓണാക്കി കോമഡി അതൊന്നുമില്ല. ഒരു കല്ലെടുത്തുന്നാ വാണി കുറച്ച് കാറിന്റെ റോഡിന് അവിടെ നിക്കണേ. അതിനിവിടെ നായില്ലല്ലോ. ഹാൻഡ് ബ്രേക്ക് ഇല്ല. അല്ല കേക്ക് എടുത്തീനാ? സർപ്രൈസ് എടുക്കുന്നു. കേക്ക് എടുത്താണ്. എന്തൊക്കെ ടീമാണ് റബ്ബേ. കേക്ക് എന്തായിക്കണെന്ന് ഒരു ഐഡിയ ഇല്ല. ഈ ഇരിക്കണ കേക്ക് കേക്ക് കൊണ്ടുവരുമ്പോ തന്നെ റൈഡർ അപ്പാ വന്നീന്ന് ഞാൻ പറഞ്ഞല്ല. കേക്ക് ആകെ തകിടം മറിഞ്ഞ് കുഴപ്പമില്ല. ഓൻ നമ്മളെ പറ്റിച്ചല്ലേ, അപ്പൊ ഓനക്ക് ആ കേക്കൊക്കെ മതി. അത്രയൊക്കെ മതി. അതല്ലേ കാറ് നമ്മളവിടെ പാർക്ക് ചെയ്ത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ നല്ല പോലെ കാറ് കാണും. പിന്നെ നമ്മളത് റയർ വണ്ടി ആയതുകൊണ്ട് എന്തായാലും എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിലേക്ക് കൂടിയാ വരുത്ത്. ഏകദേശം നമ്മൾ ഡെമോയിലും വെച്ച് നോക്കി ഈ ഒരു പോസ്റ്റിലിനെ കൂടി വരുവാണെങ്കിൽ ആ കാറ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാഹുബലിയായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് ഇതിനുള്ള പരിഹാരം കണ്ടെത്തി. വാട്ട് പനെ? അതല്ല, എന്ത് പന? കുത്ത്. ഇത് പോവും വരും ബാക്കിൽ കൂടെ. അല്ല, താർപ്പായി വെച്ചിട്ട് കാറ് മടക്കും. അടി കുടുങ്ങാവട്ടെ, എനിക്കറിയില്ല. ഞാൻ ഓടിട്ടാ, അതായത് ഞാൻ നല്ല ഓട്ടോ. ധൈര്യത്തിലോട് ഇങ്ങോട്ട് ഓടിക്കാനല്ല. അപ്പുറം പഞ്ചായത്ത് ഉണ്ട്, അവിടെ തുള്ളിക്കാൻ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനല്ലേ? ജസ്റ്റ് കിഡിങ് നോട് പണ്ട് എട്ടെന്ന് കിട്ടും. ഞാൻ പറയട്ടെ, ഇത് കാണൂല. എടാ ഞാൻ പറഞ്ഞില്ലേ, ആ താർപ്പായ എടുത്തിട്ട് അത് പൊത്തി കഴിഞ്ഞാൽ കാണൂല. ഞാൻ പറയട്ടെ, പക്ഷെ ഈ താർപ്പായ ആരുത് അതായിരുന്നു അറിയില്ല. അപ്പൊ അടി കുടുങ്ങും. അതാ ഞാൻ പറയണേ. ഗൈസ് ഇങ്ങനെ ഇത് പറ, നമ്മ ഈ കാര്യത്തിൽ റിസ്ക് എടുക്കുന്നല്ലേ നല്ലത്. ഓരോ പറയുമ്പോ എത്ര ടൈം ആവും? നാളാവൂലേ? അത് ശരിയാണ്. സോറി ഗൈസ്, അപ്പൊ നിങ്ങൾ ഇത് ഏറ്റെടുക്കണ്ട. എടാ ഞാൻ പറയട്ടെ, ഇടത്ത് വണ്ടി സ്പീഡിൽ പോകുമ്പോ ശ്രദ്ധിക്കൂലടോ നീ. നമ്മളെ പോലെ ആയിരിക്കൂലല്ലോ. ഡയസറിന്റെ ഒരു ഇത് വെച്ചിട്ട്, പ്രേതത്തിന്റെ ഒരു ഇതിലും വെച്ചിട്ട് നോക്കുമ്പോ ഓൻ എന്തായാലും മെയിൻ കൺട്രോളിൽ ഫുള്ള് ഒരു സൈഡ് വീക്ഷിക്കും. കാരണം സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്നല്ലേ വീക്ഷിക്കും. അല്ല, ഓന് പേടിച്ചിട്ട് ഒന്നും ഒടുക്കും നോക്കാതെ അങ്ങനെ ഇരിക്കും. അഥവാ പേടിച്ചിട്ട് എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട് നമുക്ക്. ഇങ്ങോട്ട് കോടി ഉണ്ടെങ്കിൽ ഇത് മാത്രം കാണൂലേ? ഇവനെന്ത് ശരിയല്ലേ? ഇവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചർച്ച മാറ്റി. ഞാൻ നല്ല കാര്യത്തിൽ പറയാം, താർപ്പ എടുത്ത് പൊത്തു നമ്മ അവിടെ പോകുന്നു. പക്ഷെ ശരിക്കും കോടിയുണ്ട് കാസ്തോർത്തൊക്കെ. എടാ കോടൊന്നും ഇല്ലടാ, നിങ്ങളങ്ങനെ. അതല്ല ഞാൻ പറഞ്ഞു. എന്ത് മണ്ടന്മാരാ, കുറച്ച് കരിങ്കല്ലെടുത്ത് തിന്ന് നായ്ക്കളങ്ങളെല്ലാരും. ഞാൻ വിചാരിച്ചു കല്ല് തിന്നാൻ പറയാന്ന്. കല്ല് എന്റെ വണ്ടർ ചുറ്റിൽ വെച്ചാൽ കാണൂല. എടാ അപ്പൂത്തിന് നാളാവൂലേ? നമുക്കൊരു രാവിലെ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞത്. ഇന്ന് നമുക്ക് സർപ്രൈസ് നാളത്തേക്ക് മാറ്റിയാലോ? ഞാൻ പറയട്ടെ, എന്തായാലും ബർത്ത്ഡേ ഡേറ്റ് ആയില്ലേ, 2 ദിവസം കഴിഞ്ഞ് കൊടുക്കാം. അത് കേക്കല്ലേ, സൂപ്പറായി ഉണ്ടാവും. അവൻ്റെ അമ്മ ഇപ്പൊ നമ്മളെ കാത്തുകൊണ്ടുപോയി. നല്ല രസമില്ല ഇങ്ങനെ നിൽക്കാൻ. നോക്കണേ, സീരിയസ് ആയി സ്പീഡിൽ പോകണം. ഇങ്ങനെ പൊട്ടാ ഇജ്ജ് ബാക്കി കയറിക്കാം. ആ സൈഡിക്ക് മാത്രം നോക്കാം. 3 പീസ് അല്ല, ഡബിൾ ആണ്. ഇങ്ങോട്ട് മാറിക്ക്. എങ്ങനെ പോവുണ്ടാവോനെ? വർത്താനം പണ്ടക്കാരെ പോവാ. അല്ല അതല്ല ഡയസറിനെ കുറിച്ച് സംസാരിക്കും. അതന്നെ പൊട്ടാ. ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാം. അത് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാം. വണ്ടി ഏതാണ്? വണ്ടി ഏതാ? വണ്ടി ഗ്ലാമർ ആയിരിക്കും. അല്ല പാഷൻ പ്രോ ആണെങ്കിൽ ഇപ്പുറ സൈഡിൽ മാത്രമേ ഗിയർ ഉണ്ടാവും. എന്നാ ഏതായാലും ഇടാ. റെഡി 1 സൗണ്ട് എങ്ങനെയാണ്? റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെയാണ്. പ്രണവൊക്കെ നല്ലത്. ഓരെപ്പോഴും നോക്ക് എടാ പൊട്ടതല്ല ഞാൻ പറഞ്ഞേ. ഈ ഒരു സൈഡിക്കാണ് നമ്മളെ വേവ് ലെങ്ത് പോണത്. അപ്പൊ ഇങ്ങനെയാണ് വർത്താനം പറയാ അല്ലേ? അപ്പൊ ആ ഫിലിമിൽ ഇങ്ങനെ പ്രേതം വരുന്നത്. അപ്പൊ കോടി ഇങ്ങോട്ടേക്കല്ലേ, അപ്പൊ എല്ലാവരും ലെഫ്റ്റ് വശത്ത് ഇരിക്കില്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് എന്നാലേ പെരേ പോവാ. ഉപ്പ് വരും നമുക്ക്. പിന്നെ 12 വാ. ഞാൻ അങ്ങനെ കാണണമെങ്കിൽ കാണട്ടെ. എന്താ ഇത്? എന്നാലും താർപ്പായി ആ വാ കാണണേ കാണട്ടെ. താർപ്പായി അവിടെ നിന്നോട്ടെ. മരത്തിന്റെ മേലെ കയറ്റാനൊന്നും പറയല്ലേ, കാറാണ് ചെങ്ങായി. കേറില്ലല്ലോ. അവിടെ ഇരുട്ടാണ്ട്, അപ്പൊ മനസ്സിലാവൂലടാ.
ഞാൻ മനസ്സിലായാലും എന്താണ് നമ്മളവന്റെ ഫ്രണ്ട്സ് അല്ലേ മനസ്സിലായ എന്താ ആ ഇവിടെ ഇരുട്ട് ഇജ്ജ് കൊണ്ടുവച്ചോക്ക പോസ്റ്റിന്റെ അടി എടാ അവിടെ അല്ലേ സ്ഥലം ഈ പഞ്ചായത്തില് ആകെ വിളിച്ചുള്ളത് ആടെയാണ് ഇടൊന്നും വിളിച്ചില്ല എന്റെ കാറുണ്ട് വെച്ച് നേരെ പോസ്റ്റിന്റെ തായാലും എന്താ എന്റെ കഥ. എടാ ഇതൊക്കെ കിണറാണ് ഓൻ ബാക്ക് എടുക്കാണ്ട് കിണറ്റിനുള്ളിൽ ഇടും സർപ്രൈസിന് വേണ്ടിട്ടമ്മോ കാർ വരെ ഉപേക്ഷിച്ചു. ഞങ്ങള് ഇപ്പൊ ഓൻ പറ്റിച്ചാണ് ഞങ്ങളെ. നിങ്ങള് നീച്ച ഞങ്ങളെ ഉറക്കതായാ എന്താ പാട് പ്ലാൻ ചെയ്ത് വന്നതാ പക്ഷെ ഒന്നും നടന്നില്ല. ഓൻ ഞങ്ങളോട് 10-ാം തീയതി പറഞ്ഞു ബർത്ത്ഡേ. അതായത് ഷൂലേ ആ ചെരുപ്പ് കാറവിടെ കാർ മിക്കവാറും കാണും. കാറ് കണ്ടാലും നമുക്ക് മനസ്സിലാവും ഇവിടെ ഇതിനുള്ളില്. അപ്പൊ ഇപ്പൊ നമ്മളെ കാണൂല, കാരണം ഇപ്പൊ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ലേ. സപ്പ വന്നിട്ടില്ല. ലൈറ്റ് ഓൺ ആക്കിക്കോ. അതല്ല എത്ര ടൈമിന് വരുമോ നോക്കി പൊട്ട ചെരുപ്പിക്കല്ലേ ഇല്ലടാ കറക്റ്റ് ഇപ്പൊ നമ്മളെ ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളെ പറ്റിച്ച കാര്യങ്ങൾ അറിഞ്ഞു. ഇങ്ങനെ എന്റെ ബർത്ത്ഡേ എന്നാണ് ബർത്ത്ഡേ കഴിഞ്ഞില്ലേ ഞങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വിചാരിക്കണ്ടട്ടാ. ഞങ്ങൾ അറിഞ്ഞു ഞങ്ങളെ പറ്റിച്ചില്ലടാ. സങ്കടയാ കൊടുക്ക് കേക്ക് കൊടുക്കും. പക്ഷെ കത്രികയില്ലല്ലേ കത്തി പിടിച്ചില്ല. കത്തിയൊന്നും വേണ്ട കഴിഞ്ഞിട്ട് കിട്ടിക്കോ. ഇതിനാണ് എന്താ പെരാത്താതെ ചോദിച്ചത്. ഈ മണ്ടൻ അത് മനസ്സിലാക്കിയല്ലോ. ആ കാറ് കണ്ട് ഞാൻ നമ്പർ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കിണ്ട് ഇത് ഇവിടെ കാണാൻ വഴിക്കില്ല. നമ്മള് നല്ല അടിപൊളി ഫുൾ പ്ലാൻ ചെയ്താലോ. ഇജ്ജ് വെഹിക്കില്ല അപ്പൊ ഇങ്ങോട്ടല്ല റേറ്റില്ല തലയിരിച്ചത്. ഞങ്ങള് സർപ്രൈസ് അന്നാ തരാൻ വേണ്ടിട്ട് വിചാരിച്ചു. പക്ഷെ ഡേസർ കണ്ട എല്ലാരും ആണെങ്കിൽ ഇങ്ങോട്ടേ തല. പക്ഷെ ഞങ്ങള് സർപ്രൈസ് ആയി. ഞങ്ങളെ പറ്റിച്ച് പറഞ്ഞു. അന്ന് 10-ാം തീയതിയാണ് ബർത്ത്ഡേ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അത് ഞമ്മ ആദ്യം ഇതൊന്നുമില്ല എന്നെ പേടിപ്പിച്ച് കൊല്ലാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ നടന്നു. ഞങ്ങള് പ്ലാനിങ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട വിചാരിച്ചു പറ്റിച്ചോണ്ട് ഇപ്പൊ വിട് കേക്ക് മുറി. ഞങ്ങളിപ്പോ ഇവിടുന്ന് വരണ എനിക്കറിയോ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ കൊച്ചിന്ന് വരും. ഈടത്തെ പറഞ്ഞു 10-ാം തീയതി ആഴ്ച കെട്ടിപ്പിടിക്കാൻ വെച്ചാണ് പറ്റിച്ചില്ലടാ. കത്തിണ്ടല്ലേ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്. മെയിൻ്റെ ആക്കൂലെന്നല്ലേ കെട്ടിപ്പിടിച്ചു. ഓൻ വന്ന് കെട്ടിപ്പിടിച്ച് എന്താ കേട്ടോ നമ്മള്. ഞങ്ങള് വിചാരിച്ച മാതിരി സർപ്രൈസ് എനിക്കല്ല സർപ്രൈസ് തരാൻ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. എന്റെ ഉമ്മാക്ക് ആ 2-3 വട്ടം വിളിക്കണം. എന്തിനാ എനിക്കറിയോ ബർത്ത്ഡേ നാളെ. അപ്പോഴൊക്കെ ഇജ്ജ് വന്നിട്ടാണ് ഫോൺ എടുക്കണത്. എന്റെ ഉമ്മാക്ക് ഞാൻ വിളിക്കണത് ഇതിനാണ്. എന്നാൽ എന്റെ പേരായി എഴുതുമ്പോ സപ്പൂന്ന് എഴുതുമ്പോഴാണ് എന്റെ നമുക്ക് കോൾ ഇട്ടേ. നാളെ സപ്പാന്റെ ബർത്ത്ഡേ അല്ലേ ഇത്. സപ്പാന്റെ ബർത്ത്ഡേ ഉണ്ട് 2 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ഇരിക്ക് കേക്ക് മുറിക്ക്. അന്റെ ഉമ്മാനെ പനി വിളിക്ക്. ഞങ്ങള് വെൽ പ്ലാനിങ് എന്തില്ലേ അറിയാം എനിക്ക്. നിങ്ങളുടെ പേര് ഇനിയിപ്പോ കേക്ക് മുറിക്കാം. ഇത് സർപ്രൈസ് ആയില്ലേ. ഇല്ലെങ്കിൽ ആന്ന് പറഞ്ഞോ ഞങ്ങളയക്കണ് ശരിക്കലായി അയക്കണാ. എന്റെ കളിയിലത് കേക്ക് മുറിക്ക്. കേക്ക് മുറിച്ച് നീട്ടില്ലടാ. സ്വന്തം ജനിച്ചൂസ് 4 ദിവസം നീട്ടി വരുത്തണം. എനക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലല്ലോ എന്റെ ബർത്ത്ഡേ എന്നാന്ന്. എനിക്കറിയാം പക്ഷെ ഞാൻ അടക്ക് മറക്കും. അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞേ മുറിക്ക്. നമ്മള് മാത്രം നമുക്ക് നാട് വെക്കാം. എന്നെ പേടിപ്പിക്കാൻ വിചാരിച്ചു. പണ്ടൊക്കെ ഇട്ടിട്ട് വായോ ഈ ഗൈസ് നമ്മളെ സർപ്രൈസ് എന്തായാലും സക്സസ്ഫുള്ളി നടന്നിട്ടില്ല. സർപ്രൈസ് നടന്നു പക്ഷെ സർപ്രൈസ് ആയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുക. നിങ്ങളിപ്പോ വരുന്ന വിചാരിച്ചാ
ഇനിയിപ്പോ നാളെ ഉച്ചക്ക് ചേച്ചി ഞങ്ങളെക്കാട്ടി സർപ്രൈസ് ആക്കിക്കണേ ഞങ്ങൾ എന്നെ ആക്കണേക്കാട്ടി ഞങ്ങളാക്കിക്കണേ ബർത്ത്ഡേ 2 ദിവസം മുന്നേ കേക്ക് വാങ്ങിട്ട് പേര് എഴുതുന്ന ടൈം ഉണ്ടല്ലോ എന്റെ ഉമ്മാനെ വിളിച്ചു വെച്ചേക്ക് മണ്ടാന്റെ ബർത്ത്ഡേ ഇന്നല്ല വായോ അതെന്റെ 2ാം ജന്മാക്കി കൂട്ടിക്കോപ്പാ ഇതാണ് ശരിക്കും എന്റെ ബർത്ത്ഡേ കേട്ടാ നെട്ടി തെരിച്ചുപോയി തരിച്ചു പോയാ തെരിച്ചു ഞങ്ങളതിനെ തരിപ്പിക്കാൻ വന്നു അതിനെക്കാട്ടി തരിപ്പിച്ചാണ് ഞാൻ ഒരു ഞങ്ങള് കേക്കിന് പേര് എഴുതുമ്പോ തിരിച്ചു ഒരു പ്രാവശ്യം ഭാര്യക്കൊക്കെ ഇത്ര സ്നേഹം എല്ലാവരും വായോ നമുക്ക് മുറിക്കാം വായോ ഇക്ക് വായോ പയ്യന്റെ അടുത്ത് പോകാൻ കൊടുത്താളാ പയ്യ കുടിച്ചോളൂ അത് കുടിച്ചോ ഓനൊന്നും നോട്ടെ ഇത് ഞാൻ സത്യത്തിൽ ശരിക്കും വിചാരിച്ചില്ല. എന്ത് ഞങ്ങള് വരുന്നല്ലേ ആ ഞാനൊക്കെ എന്തൊക്കെയാ സർപ്രൈസ് പറഞ്ഞിട്ട് വരും സർപ്രൈസ് ആയി പോയി. ഞങ്ങൾ എവിടെ നിന്ന് വെച്ചിട്ടാ ഇവിടെ കേക്കിന് പേര് എഴുതുമ്പോ പറയാ 10-ാം തീയതി 6-ാം തീയതി 6-ാം തീയതി ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഞാൻ സർപ്രൈസ് ആയി. മുറിക്ക് കഴിഞ്ഞിട്ട് കൊടുക്കാം ഇതൊക്കെ മുറിക്കല് ഇങ്ങനല്ലേ? ഒന്നാകെ മുറിക്കല്ലേ ചെറിയ തൊള്ളേക്ക് വെക്കാൻ പറ്റിയ പീസ് അല്ല അങ്ങനെ മുറിച്ചു. ഒരു മിനിറ്റ് എല്ലാരും കൈ വെക്ക് നിങ്ങൾ മുറിക്കില്ലേ? ഇത് എന്റെ ബർത്ത്ഡേ ഞങ്ങൾ അതിനെ മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പിയുടെ ചേ പോയി 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 പറ്റിക്കല് ചേട്ടാ. അല്ലല്ലോ ഞാനോ ഞാൻ തരണ്ടേ അങ്ങനെ ഇതപ്പോ ഞാൻ പറ്റില്ല. കൈ ഞങ്ങടെ ആടാ എന്റെ ഷുഗർ കട്ടൊക്കെ പോയി. സർപ്രൈസ് ഇപ്പൊ സർപ്രൈസ് ആയ ഇപ്പൊ ശരിക്കും ഇപ്പൊ സർപ്രൈസ് ആയാ ഇപ്പൊ ആയല്ലേ ഈ സാധനം കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ ആയാ നോക്ക് സാധനം നോക്ക്. സർപ്രൈസ് ആയാ ഞാൻ മുഖം കേൾക്കാൻ പോയി. അത് നമ്മളെ മൂവ്മെന്റ് അങ്ങനെയാണ് ആർക്കും ഒന്നും തോന്നൂല. കണ്ണീര് ഒടിച്ചിട്ട് പറ അങ്ങനെ വന്നതാണ് 6-ാം തീയതി പോയി ബർത്ത്ഡേ കുഴപ്പമില്ല. എന്നാ ഇജ്ജെന്താ അവിടെ നിക്കണേ കേക്ക് കടച്ചാണ് ഇതാരും കൊണ്ടുവന്ന് ഇപ്പൊ സർപ്രൈസ് ആയില്ലേ? ഇത്ര പൈസ എന്നാ സന്തോഷപ്പെടണ ഞാനാണ്. അപ്പൊ കഴിച്ചത് എന്താ എന്നാ എനിക്ക് ഇഷ്ടപ്പെടുമോ നോക്കി ഞങ്ങള് കൊടുന്നത്. ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ എന്ന് തുടങ്ങിയാ തുടങ്ങിയെന്ന് വെച്ചിട്ട് കൊള്ളുന്നില്ലേലും കുഴപ്പമില്ല. കൊള്ളു എന്റെ സൈസൊക്കെ നമുക്ക് അറിയാലോ. പാരി 7 മണി നിൽക്കാൻ തുടങ്ങിയ 7 മണിക്ക് ഷോപ്പില് അതെ ഇതിന് കിട്ടാനാ എന്തൊക്കെ നടന്നെന്ന് വെച്ചിട്ടാ ഇതൊക്കെ കേട്ട് പറഞ്ഞുതരാം. ചപ്പാന്റെ കട കണ്ടാ മതി. ചപ്പാൻ ചപ്പാൻ ഇതെനിക്ക് പാകാവൂലേ? വലുതിനും മാറ്റിക്കൊണ്ടല്ലേ അങ്ങായി. അതല്ല വലുതിനും ചെറുതിനും ഒരേ റേറ്റ് അതുകൊണ്ട് വലുതിന്റെ അടുത്ത് നമ്മൾ കൊടുക്കുന്നത് ചപ്പാൻക്ക് എനിക്ക് കറക്റ്റ് സാധനം സീൻ സാധനം ഇനി വേറെ സാധനം പാടി ഉണ്ട്. നമ്മൾ ഇമ്പോർട്ടഡ് സാധനം കൊണ്ടുള്ളൂ. തിളങ്ങൂ രാത്രി ഇങ്ങനെ തിളങ്ങൂ. എല്ല് സൈസ് കറക്റ്റ് തിരുമ്പുമ്പോ നോക്കണം കേട്ടാ. കല്ല് മെല്ലെ തിരുമ്പാൻ പാടും. അത് ഉമ്മ പറഞ്ഞാൽ മതി. ആ ഇനി 2 വാക്ക് പറയും. ഒന്നും പറയില്ല. 2 വാക്ക് പറയുമ്പോ പറ്റിച്ചില്ലടാ. എന്നാലും ഞങ്ങള് പറയട്ടെ. ഞങ്ങൾ തന്നെ ഞാൻ എന്തൊക്കെയാ വിചാരിച്ചു തപ്പാനെ എന്റെ 10-ാം തീയതി ബർത്ത്ഡേ നല്ല വീഡിയോ എടുക്കണോ സ്റ്റോറി ഇടണോ. ഞാൻ എന്നിട്ട് എന്റെ വീഡിയോസ് ഒക്കെ നോക്കുക ഇന്ത്യയിലുള്ള ഇത് എടുത്തിടാ. അല്ലെങ്കിൽ പുതിയ എടുക്കുമല്ലോ നമ്മൾ കേക്ക് മുറിക്കണേ അത് ഇടാ വിചാരിച്ച് നിൽക്കുക. പറ്റിക്കപ്പെട്ട ഞങ്ങള് എപ്പം തുടങ്ങി വെച്ചിട്ട് എന്നാ കേക്ക് മുറിച്ചിട്ട് ഇവർക്ക് കൊടുക്കും. ഇനി നമ്മള് ലാസ്റ്റ് ഇനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ കാണാം. സർപ്രൈസ് ആയല്ലേ? ആദ്യം തന്നെ മണ്ടക്ക് ഒരു കൊട്ട് തരണം ഞങ്ങള്. കാരണം ഞങ്ങളെ പറ്റിച്ച് ആദ്യം സർപ്രൈസ് ആക്കിയില്ല. ഞങ്ങളെ ഏട്ടന്മാരോട് സർപ്രൈസ് ആക്കല്. എന്തായാലും നമ്മള് വലിയ സർപ്രൈസ് ആയിട്ടില്ല. ഞങ്ങളല്ല സർപ്രൈസ് ആയി. ഞങ്ങള് ശരിക്കും സർപ്രൈസ് ആയത് ഞങ്ങളാ. 10-ാം തീയതി 6-ാം തീയതി കേട്ടപ്പോഴാ ഞാൻ ഉള്ള വരെ ഞാൻ ഇങ്ങനെ നിൽക്കണം നോക്കണ്ട. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കണതും. അതിനെക്കാട്ടി നാക്കില് തരാൻ വിചാരിച്ചു. പക്ഷെ ഞങ്ങളെ പറ്റിച്ച് 6-ാം തീയതി ഞങ്ങള് മറ്റേ ബാക്കിൽ പൊട്ടിക്കാ ഞാൻ കേക്കിന് നടു പൂത്തിരിയൊക്കെ വേങ്ങാൻ പറഞ്ഞു ഇവനോട്. കേക്കും ഡ്രസ്സൊന്നും വേണ്ട. നിങ്ങളിങ്ങനെ വന്നില്ലേ അപ്പൊ തന്നെ മറ്റേ
ടൂറ് വീഗാലാൻഡ് ഇങ്ങനെ പോണ മാതിരിയൊക്കെ തോന്നി. ഒട്ടിക്കൊന്നും വാങ്ങാൻ ഞങ്ങൾക്ക് ആ കേക്കില് പേര് എഴുതുമ്പോ തോന്നിയത് ഇങ്ങനെ അങ്ങ് പോയി. 10-ാം തീയതി 6-ാം തീയതി പറഞ്ഞപ്പോ ഒറ്റ പോക്ക്. ആരെ പറഞ്ഞപ്പോ 6-ാം തീയതി ഇവിടെ വന്നിട്ടാ വിളിച്ചപ്പോ കോടി വിളിച്ചപ്പോലെ. ഞങ്ങൾ ഇതിൽ പറഞ്ഞാണ് കുറച്ച് ബുദ്ധി എനിക്ക് കൂടുതൽ കളയല്ലേ. ഹാപ്പി ആയില്ലേ? ഹാപ്പി കഥയെല്ലാം ജീവിതത്തിൽ ഇരിക്കുന്ന പോലെ പറയ്. ഹാപ്പി 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 ഡബിൾ ഹാപ്പി ട്രിപ്പിൾ ഹാപ്പി ആൻഡ് ഹാപ്പി ഇൻഫിനിറ്റി യെസ്. ഇത് ലൈറ്റ് ഒക്കെ കത്തു രാത്രി. ഞങ്ങൾ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത്. ഇതിന്റെ അർത്ഥം അറിയോ? എന്താ ലവ് സപ്പു സപ്പുലാവോ സപ്പുലാവോ. അപ്പൊ ഞാൻ തന്നെ ഫുൾ ഹാപ്പി. അപ്പൊ ദുമാരി കിട്ടിയപ്പോ ഡബിൾ ഹാപ്പി. ഡബിൾ ഹാപ്പിയാ. ഇനി മതി എന്നെ കൊണ്ട് പറയിപ്പിച്ചാ വിചാരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇനി വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. സപ്പാനെ സർപ്രൈസ് ആക്കാൻ വന്ന് ആദ്യം ഞങ്ങൾ സർപ്രൈസ് ആയി, പിന്നെ കുറച്ച് സർപ്രൈസ് ആയി, പിന്നെ നാട്ടുകാരെ സർപ്രൈസ് ആയി, വീട്ടുകാരെ സർപ്രൈസ് ആയി, സർപ്രൈസ് ആയി. ഒരു അടിപൊളി സർപ്രൈസ് ബർത്ത്ഡേ വ്ളോഗ് ആയിരുന്നു. ഇല്ല ഫുൾ എല്ലാവരും സർപ്രൈസ് ആയി. മറ്റേത് ആര് ബർത്ത്ഡേ ബോയ് മാത്രം സർപ്രൈസ് ആവുള്ളൂ. ഇത് മൊത്തമായിട്ട് സർപ്രൈസ്. പഞ്ചായത്ത് സർപ്രൈസ് ആയി. ഈ പഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈറ്റിന് പോലും നിന്റെ ബർത്ത്ഡേന്റെ ഇത് കഥ പറയണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മള് കൊറേ പറഞ്ഞത് ഇപ്പൊ എത്ര 10 ഇതെന്താ? അപ്പൊ ഗൈസ് നമ്മളെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ക്യാമറ തിരിച്ചോ? അല്ല ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ട്. അല്ലെങ്കിൽ ആടെ തിരിച്ചോ എന്നിട്ട് പറഞ്ഞോ തിരിച്ചോ. ഗൈസ് അപ്പോൾ നമ്മളെ വ്ളോഗ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വ്ളോഗ് ഇത്ര നേരം ഇരുന്ന് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു അടിപൊളി സർപ്രൈസ് സ്റ്റോറിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സർപ്രൈസ് സ്റ്റോറി അല്ലേ നല്ല? ഞങ്ങൾ സർപ്രൈസ് ആയി, ഇവനും സർപ്രൈസ് ആയി, എല്ലാവരും സർപ്രൈസ് ആയി, നമ്മളെല്ലാവരും സർപ്രൈസ് ആയി. നിൽക്ക് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. വീഡിയോ എല്ലാവരും ഇരുന്ന് കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ വീഡിയോ എന്താ വരാത്തെന്ന് ചോദിക്കണ്ടായിരുന്നു. വീഡിയോ വരാത്ത കാരണം ഞാൻ കുറച്ച് കാലം ഡിപ്രഷനിലോട്ട് പോയി. കുറച്ച് അങ്ങനെ പറഞ്ഞാൽ ഞാൻ തെറ്റിദ്ധരിക്കും. അതല്ല, ഡിപ്രഷനിലോട്ട് പോയില്ല. എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ആകണ്ട ഇടങ്ങാറായി. ഇപ്പോഴാണ് ഇപ്പോ ഞാൻ ഇവിടെ ആൾക്കാരുടെ പോയി അല്ലെങ്കിൽ. അപ്പോൾ ഗൈസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ കാണാനില്ലല്ലോ ചെയ്യാം. പിന്നെ എന്താ ഇത്രയും നേരം വീഡിയോ ഇരുന്ന് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ കുറേ പറഞ്ഞു, നല്ല നന്ദി. പിന്നെ വീഡിയോ ലെങ്ത് ആയിക്കണമെന്ന് അറിയില്ല, അയക്കണേ. അപ്പോൾ ലെങ്ത് ആയി ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാതെ അങ്ങനെ എടുത്ത് പോകണതാട്ടോ. അപ്പോൾ ഗൈസ് ലെങ്ത് ആയി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ലെങ്ത് ആയാലും കുഴപ്പമില്ലെന്ന്, പക്ഷേ എല്ലാവരും കാണില്ല, അതാ പ്രശ്നം. നമ്മൾ പരമാവധി ഇതിന്ന് ഇങ്ങനെ വെട്ടി ചുരുക്കിയിട്ടാണ് ഇടുക. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പിന്നെ കാണല്ലേ. പിന്നെ ആരുടെങ്കിലും ബർത്ത്ഡേ ഇതേപോലെ ആഘോഷിക്കണമെങ്കിൽ ഇതിനിടയിൽ കമന്റ് ചെയ്യുക. ഒരു 4 ദിവസം മുന്നെങ്കിലും അറിയിക്കണം, എന്നാലും ഞങ്ങളൊരു 4 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഞങ്ങൾ ഇതേപോലെ ഇത്രയും നന്നായിട്ട് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ ആഫ്റ്റർ ബർത്ത്ഡേ ടീമാണ് ഞങ്ങള്. അപ്പോൾ ബർത്ത്ഡേ ടീംസ് അടിയിൽ കമന്റ് ചെയ്യാം. ഇനി വരുന്ന ബർത്ത്ഡേ ഞങ്ങള് കമന്റും ലൈക്കും എല്ലാം ചെയ്യാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അതെല്ലാം